സഹബാക്കൾ അഷിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികളോട് ക്രൂരതയാണ് അവർക്ക്. ഇത് സത്യനിഷേധികളോട് ക്രൂരതയാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ അടുത്ത് കേട്ടു, എന്ത് ഒരു ഉറൂസ് നടന്നോലോ, ഉത്സവമൊന്നും വേണമെങ്കിൽ പറയാം, നേർച്ച എവിടെ? ഒരു പള്ളിയിൽ. എന്നിട്ടോ ആ നടന്നതായ പള്ളിയിൽ ഉറൂസ് നടന്നപ്പോൾ മൈസൂർ സ്റ്റേറ്റിലുള്ളതായ അമ്പലത്തിൽ നിന്നിട്ട് 1100 കിലോ അരി അല്ലെങ്കിൽ ചാക്കരി അമ്പലത്തിൽ നിന്ന് വരിക മുസ്ലിങ്ങളെ പള്ളിയിലേക്ക്. ഹിന്ദു മുസ്ലിം മൈത്രി എവിടേക്കെത്തിയെന്ന് പറഞ്ഞാൽ അവരുടെ ആരാധനകളിൽ തന്നെ പങ്കു ചേർക്കാണ്. ചോദിച്ചു വാർത്ത കൊണ്ടുവന്നവരോട്, അങ്ങോട്ടും കൊടുക്കാറുണ്ടോ? മറുപടി കിട്ടിയത് അങ്ങോട്ടും ഉണ്ട് എന്നാണ്, ഇങ്ങോട്ട് മാത്രമല്ല എന്നാണ്. ഇത് എണ്ണ അങ്ങോട്ട് കൊടുക്കല്, ഇങ്ങോട്ട് അരി വന്ന് അങ്ങോട്ട് എണ്ണ അല്ലേ? അവർക്ക് ശവം കൊണ്ടുപോകുമ്പോൾ വിളക്കുണ്ടാക്കാനും അമ്പലത്തിൽ ദേവങ്ങളുടെ മുമ്പിൽ വിളക്കുണ്ടാക്കാനുള്ളതായ അവരെ സഹായിക്കുകയാണ്. വേണ്ടതാണല്ലോ. ആദർശം ഒന്നാണ്. ആദർശം രണ്ടാകുമ്പോഴാണല്ലോ എതിർപ്പുണ്ടാവുക. ആദർശം ഒന്നാണ്. അവർക്ക് ആരെയും വിളിച്ച് പ്രാർത്ഥിക്കുക, ഇവർക്ക് ആരെയും വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ആദർശം ഒന്നായി. മുസ്ലിങ്ങളായ വ്യത്യസ്തപ്പെടൽ എവിടെയാണ്? മുസ്ലിങ്ങൾ അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കക്കാർക്ക് എന്താ ബേജാറായത്? ഈ റസൂല വന്നപ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, ഇവരൊക്കെ കൂട്ടിയിട്ട് ഒരാളാക്കി മാറ്റി. ഞങ്ങൾ ഇബ്രാഹിമിനെ വിളിച്ചിട്ട് ഫലം കിട്ടിയിട്ടില്ല ഇതുവരെ. ഇസ്മായിലിനെ വിളിച്ചു, ഇസ്ഹാഖിനെ വിളിച്ചു, ഒദ്ദിനെ വിളിച്ചു, സുഹാനെ വിളിച്ചു, ലാത്തയെ വിളിച്ചു, ആ വലിയ 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 മഹാത്മാക്കളെ വിളിച്ചു, എന്നിട്ട് ഫലം കിട്ടിയില്ല. ഈ ഒരു ദൈവത്തിനെ കുറിച്ച് ഈ മുഹമ്മദ് ഒരാളെ കൊണ്ട് ഫലം കിട്ടാനോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, മഹാ അത്ഭുതം തന്നെ നീ പറഞ്ഞു കൂട്ടിയത് മുഹമ്മദേ. മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ, ഇതിനു മുമ്പ് ആരും ഞങ്ങൾ പറയുന്നത്, ഇവിടെ മക്കത്ത് ഞങ്ങൾ ആരും പറയുന്നത് കേട്ടിട്ടില്ല. ഇൻ ഹാദാ ഇല്ല ഇഖ്തിലാഖ്, നിന്റെ പോക്കറ്റ് നിന്ന് കൊണ്ടുവന്നതാണ് മുഹമ്മദേ അത്. ഖുർആനാണ് നിങ്ങൾ കേൾക്കുന്നത്. അവർ പറഞ്ഞ കാര്യം ഖുർആൻ നമ്മളോട് പറയാണ്. ഇപ്പോൾ നടക്കുന്നത് അതല്ലേ? ഒരു വ്യത്യാസമില്ല. വ്യത്യാസമില്ലാതെ ജീവിച്ചവർ, എൻ്റെ ക്ലാസ് മെമ്പറായി ജീവിച്ച 5-8-10 വർഷം മുമ്പ്, അയാൾ ഇപ്പോൾ ദുബൈയിലാണെന്നാണ് തോന്നുന്നത്, ഇടയ്ക്ക് ദുബൈയിൽ നിന്ന് വിളിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ കുറേ കാലം താമസിച്ചു. ആദ്യം അയാൾ ക്ലാസ്സിന് വന്നപ്പോൾ ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ കേട്ടപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, മൗലവി, ഞാൻ കേരളത്തിൽ താമസിച്ചപ്പോൾ പള്ളിയിലും പോകും, അയ്യപ്പൻ്റെ കുന്നിൻ്റെ മീതെയും കയറാറുണ്ടായിരുന്നു. ഞാനത് രണ്ടും ഒരേ തുല്യമായിട്ടാണ് കാണാറ്. മനസ്സിലായില്ലേ? മുപ്പരുടെ വീക്ഷണത്തിന് രണ്ടും ഒന്നാണെന്നാണ്. ഇത് കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ സ്ഥിതിയാണ്. അങ്ങനെ 2 കൊല്ലത്തോളം ക്ലാസ് കേട്ടിട്ട് വളരെ കട്ടി ആളോർക്കുന്നുണ്ടല്ലോ അല്ലേ? വളരെ കടുകട്ടിയുള്ളതായ മുസ്ലിമായി അദ്ദേഹം പോയി ഇപ്പോൾ പ്രബോധകനായി മാറി. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, നാം ഈ നാട്ടിൽ വന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് പലർക്കും പലതും പഠിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ മുഖ്യമായിട്ട് ഈ നാട്ടിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠമെന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുള്ള, റസൂലിന് നിർബന്ധമുള്ള, റസൂലും മടക്കി 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 ആ മക്കയിലേക്ക് എത്തുന്നത് വരെ, മക്കയിൽ എത്തിയിട്ട് തവാഫ് ചെയ്യുമ്പോഴും, തവാഫ് കഴിഞ്ഞതിന് ശേഷം മിനയിൽ പോയിട്ട് മിനയിലിരിക്കുമ്പോഴും, പിന്നെ അറഫയിൽ പോയിട്ട് അറഫയിലിരിക്കുമ്പോഴും, പിന്നെ മടങ്ങി വന്നിട്ട് മുസ്ദലിഫയിലും, പിന്നെ മുസ്ദലിഫയിൽ മടങ്ങി വന്നിട്ട് മിനയിലും, എന്നിട്ട് മിനയിൽ നിന്നിട്ട് മടങ്ങി വന്ന് വീണ്ടും തവാഫുൽ ഇഫാദ നടത്തിയപ്പോഴും, എന്നിട്ട് അവർ മദീനയിലേക്ക് വന്നിട്ട് മദീന കവാടത്തിലേക്ക് എത്തിയപ്പോഴും ഒഴിവാക്കാതെ പറഞ്ഞുകൊണ്ടേയിരുന്നതായ തത്വം, അതാണ് നിങ്ങളെ ഞാൻ ഇതുവരെ കേൾപ്പിച്ചത്. തുടങ്ങിയത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, എന്നിട്ട്